ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ റെലഗേഷൻ സോണിലാണ് ഉള്ളത്. ഗോൾ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുഹമ്മദൻ എസ്സി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പിറകിൽ നിലകൊള്ളുന്നത്. ഒരൊറ്റ പോയിന്റ് പോലും നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. മുഹമ്മദൻ എസ്സിക്കും ബ്ലാസ്റ്റേഴ്സിനും മാത്രമാണ് ഇപ്പോൾ ഒരു പോയിന്റ് പോലും നേടാൻ സാധിക്കാതെ നിലനിൽക്കുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനായ നിഖിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ റെലഗേഷൻ ബാറ്റിൽ നടത്തേണ്ടി വരുമെന്നുള്ളത് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് നിഖിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സീസണിന്റെ അവസാനത്തിൽ ഇങ്ങനെയാവില്ല, ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും എന്നുകൂടി നിഖിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റെലഗേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് റെലഗേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു, അതാണ് ഒരു റിയാലിറ്റി. പക്ഷേ സീസണിന്റെ അവസാനത്തിൽ ഇങ്ങനെയാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഇതാണ് നിഖിൽ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ യോഗത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നിഖിലോ അതല്ലെങ്കിൽ അബിഗോ ബ്ലാസ്റ്റേഴ്സിലെ മറ്റുള്ളവരോ ഒന്നും തന്നെ ഇങ്ങനെ റെലഗേഷൻ സോണിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കൂപ്പുകുത്തും, അതല്ലെങ്കിൽ തുടർച്ചയായി 4 തോൽവികളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് ക്ലബിനകത്തെ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് നിഖിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ടീമിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും, റെലഗേറ്റ് ആവില്ല എന്ന് തന്നെയാണ് നിഖിലും അബിഗും ഒക്കെ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.